Good morning. നമ്മൾ ഇവിടെ ബാക്കിയുള്ള എയർപോർട്ട് എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് എയർപോർട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഒരു എയർക്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ഈ എൻഡാണ് അതിൻ്റെ നോസ് എന്ന് പറയുന്നത്. നോസ് ഭാഗത്തായിട്ടാണ് പൈലറ്റും ക്യാബിൻ ക്രൂ ഒക്കെ ഉള്ളത്. നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ വിങ്സ് ആൻഡ് ദിസ് ഇസ് ദ ടെയിൽ പോർഷൻ. ഇനി ഒരു എയർക്രാഫ്റ്റ് ഒരു ടേൺ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട റേഡിയസ് ആണ് മിനിമം ടേണിങ് റേഡിയസ്. ഓക്കെ, ടേൺ ചെയ്യുമ്പോഴുള്ള ഇതാണ് ഗിയർ. ഇത് നോസ് ഗിയറും ഇത് മെയിൻ ഗിയറുമാണ്. ഓക്കെ, സോ മെയിൻ ഗിയറിൻ്റെ പാത്തിനെയാണ് പാത്ത് ഓഫ് മെയിൻ ഗിയർ എന്ന് പറയുന്നത്. നോസ് ഗിയറിൻ്റെ പാത്തിനെയാണ് പാത്ത് ഓഫ് നോസ് ഗിയർ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ പ്ലാൻ ഓഫ് എൻ എയർക്രാഫ്റ്റ്. നെക്സ്റ്റ്, വിങ്സിൻ്റെ എൻഡ് തമ്മിലുള്ള സ്പാൻ വിഡ്ത്താണ് വിങ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീൽസ് തമ്മിലുള്ള മാക്സിമം വിഡ്ത്താണ് വീൽ ട്രെഡ് ഓർ ട്രാക്ക് എന്ന് പറയുന്നത്. ഇതും സൈഡ് വ്യൂ ആണ്. ദിസ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് എൻ എയർക്രാഫ്റ്റ് ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ്. ഗ്രൗണ്ടിൽ നിന്ന് അതിൻ്റെ ടെയിലിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ അതാണ് അതിൻ്റെ മാക്സിമം ഹൈറ്റ്. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ ഗിയർ, ദിസ് ഈസ് ദ നോസ് ഗിയർ. നോസ് ഗിയർ ആൻഡ് മെയിൻ ഗിയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വീൽ ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എൻ എയർപോർട്ട് ലേഔട്ട്. അതിൽ റൺവേ, ടെർമിനൽ ബിൽഡിംഗ്, ഏപ്രൺ, ടാക്സി വേ, എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്, ഹാങ്ങർ, കൺട്രോൾ ടവർ, പാർക്കിംഗ്. ഇതിൽ കുറച്ച് പോർഷൻസ് നമ്മൾ നേരത്തെ നോക്കിയതാണ് എന്നാലും. സോ വാട്ട് ഈസ് എ റൺവേ? എ റൺവേ ഇസ് എ റെക്ടാങ്കുലർ ഏരിയ ഓൺ ദ എയർപോർട്ട് സർഫസ് പ്രിപ്പയർഡ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഓഫ് എയർക്രാഫ്റ്റ്. ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റെക്ടാങ്കുലർ നാരോ സ്ട്രിപ്പിനെയാണ് നമ്മൾ റൺവേ എന്ന് പറയുന്നത്. ആൻ എയർപോർട്ട് മേ ഹാവ് വൺ റൺവേ ഓർ സെവറൽ റൺവേസ് വിച്ച് ആർ സൈറ്റഡ്, ഓറിയൻറ്റഡ് ആൻഡ് കോൺഫിഗർഡ് ഇൻ എ മാനർ ടു പ്രൊവൈഡ് ഫോർ ദ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് എയർപോർട്ട് അണ്ടർ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും റൺവേയുടെ കോൺഫിഗറേഷനും എല്ലാം സൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു എയർപോർട്ടിൻ്റെ ട്രാഫിക് കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിന് എത്ര നമ്പർ ഓഫ് റൺവേസ് ഉണ്ടെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള ഫാക്ടേഴ്സ് റൺവേ ഫിക്സ് ചെയ്യാൻ ലൊക്കേഷൻ, ഓറിയൻറ്റേഷൻ, നമ്പർ ഓഫ് റൺവേസ് അറ്റ് എൻ എയർപോർട്ട്, ഇൻക്ലൂഡ് ലോക്കൽ വെതർ കണ്ടീഷൻസ്, വിൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വിസിബിലിറ്റി, ടോപ്പോഗ്രഫി ഓഫ് എയർപോർട്ട്, എമൗണ്ട് ഓഫ് എയർ ട്രാഫിക് ടു ബി സെർവ്ഡ് അറ്റ് ദ എയർപോർട്ട്, എയർക്രാഫ്റ്റ് പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ്, എയർക്രാഫ്റ്റ് നോയ്സ് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ദിസ് ഈസ് ദ റൺവേ. ആൻഡ് നമ്മൾ പറഞ്ഞു ടാക്സി വേസ്. ഇതാണ് ടാക്സി വേസ്. ടാക്സി വേസ് എന്ന് വെച്ചാൽ മെയിൻലി ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് എപ്രണിൽ നിന്ന് നമ്മൾ റൺവേസിന് അപ്രോച്ച് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ടാക്സി വേ എന്ന് പറയുന്നത്. സോ ഇത് റൺവേ ആണെങ്കിൽ ഇതാണ് ടാക്സി വേസ്. നെക്സ്റ്റ്, റൺവേ കോൺഫിഗറേഷൻ. ദ ടേം runway configuration refers to the number and relative orientation of one or more runways on an airfield. സോ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ റൺവേ ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു എയർഫീൽഡിൽ എത്രമാത്രം റൺവേസ് ഉണ്ട്, അതെങ്ങനെയാണ് സൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. മെനി runway configurations exist. Most configurations are combinations of several basic configurations. ഫസ്റ്റ്, സിംഗിൾ റൺവേ. ഒരേ ഒരു റൺവേ അല്ലെങ്കിൽ സിംഗിൾ റൺവേ. പാരലൽ റൺവേസ് എന്ന് പറയുന്നത് രണ്ട് റൺവേസ് പാരലലി റൺ ചെയ്യുന്നതിനാണ് parallel runway. Intersecting, if two runways intersect each other then they are called intersecting runways. Open V runways എന്ന് വെച്ചാൽ V ഷേപ്പിൽ രണ്ട് റൺവേസ് ഉണ്ടെങ്കിൽ. നെക്സ്റ്റ്, runway orientation. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രിവെയിലിംഗ് വിൻഡ്സ്, ദാറ്റ് ഇസ് ഹെഡ് വിൻഡ്. ഹെഡ് വിൻഡ് എന്ന് വെച്ചാൽ നമ്മളുടെ എയർക്രാഫ്റ്റിന് ഓപ്പോസിറ്റ് വരുന്നത്. ക്രോസ് വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംഗിളിൽ വരുന്നതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. So headwind provides greater lift on the wings of the aircraft when it is taking off. Factors affecting runway orientation: wind, airspace availability, environmental factors, obstructions to navigation, air traffic control, visibility, wildlife hazards, terrain and soil consideration. So we know windrows. Wind data, that is direction, duration, intensity, are graphically represented by a diagram called windrows. The data should usually be collected for a period of at least 5 years, preferably 10 years. 5 to 10 കൊല്ലത്തിൽ ഒരു ഏരിയയുടെ ഫുള്ള് വിൻഡ് ഡേറ്റ അത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വിൻഡ്രോസ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഷോയിങ് ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ, സെക്കൻഡ് ടൈപ്പ് ഷോയിങ് ഡയറക്ഷൻ, ഡ്യൂറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്. What is the basic runway length? Basic runway length is determined from the performance characteristics using of airport. So normal landing case, normal take off case, engine failure case ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു.
Next, runway length is an important factor for adequate aircraft performance and cost of airport layout. The short range aircraft needs lesser runway than the long range type since there is a smaller fuel requirement. ചെറിയ എയർക്രാഫ്റ്റ്സിന് ചെറിയ റൺവേ ലെങ്ത് മതി. നെക്സ്റ്റ് മേജർ കറക്ഷൻസ് നമ്മൾ റൺവേ ലെങ്ത്തിന് ഓരോ ലൊക്കേഷനും അനുസരിച്ച് ചെയ്യുന്നത് കറക്ഷൻ ഫോർ എലവേഷൻ, ടെമ്പറേച്ചർ, ഗ്രേഡിയൻ്റ് ആണ്. Airports are constructed in different elevation, different atmospheric temperature and gradient, in contrast to the assumptions made for basic runway length. Therefore, correction requires for changes in each components. നമ്മളൊരു ബേസിക് റൺവേ ലെങ്ത്തിന് അസ്യൂം ചെയ്യുന്ന ബേസിക് റൺവേ ലെങ്ത് കണ്ടുപിടിക്കാൻ അസ്യൂം ചെയ്യുന്ന ഇലവേഷനും ടെമ്പറേച്ചറും ഗ്രേഡിയൻറ്റും ആയിരിക്കില്ല ആക്ച്വൽ കണ്ടീഷൻസിൽ. സോ അതിനെ കൗണ്ടർ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു അപ്ലൈ കറക്ഷൻസ് ഫോർ എലവേഷൻ, ടെമ്പറേച്ചർ, ഗ്രേഡിയൻറ്റ് അറ്റ് of the airports. So corrections in elevation. Mainly ICAO recommends the basic runway length should increase at a rate of 7% per 100 meter rise in elevations. So ഓരോ 100 meter elevation rideസിനും 7% runway length കൂട്ടിക്കൊണ്ടിരിക്കണം. So എയർപോർട്ടിൻ്റെ എലവേഷൻ കൂടുതലാണെങ്കിൽ that results in less dense the atmosphere requiring longer runways for aircraft to get to the appropriate ground speed. എലവേഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ റൺവേ ലെങ്ത് വേണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ 7% ഇൻക്രീസ് ഫോർ എവറി 100 meter റൈസ് ഇൻ എലവേഷൻ പറയുന്നത് ഓവർ MSL. നെക്സ്റ്റ് കറക്ഷൻ ഇൻ ടെമ്പറേച്ചർ. കറക്ഷൻ ഇൻ ടെമ്പറേച്ചർ, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റെഫറൻസ് ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് TA പ്ലസ് TW മൈനസ് TA ഡിവൈഡഡ് ബൈ 3. TA എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ഫോർ ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ പ്ലസ് 1/3 ദ ഡിഫറൻസ് ഓഫ് ദിസ് ടെമ്പറേച്ചർ. ഇത് ടോട്ടൽ കറക്ഷൻ ആണ്. സോ TA എന്ന് പറയുന്നത് average daily temperature for the hottest month. Next, TW എന്ന് പറയുന്നത് maximum monthly mean of the maximum daily temperature. So reference temperature is equal to TA plus the difference of TW and TA divided by 3. Next, ICAO recommends. Okay, what is ICAO? International Civil Aviation Organization. Okay, so ICAO recommends the basic runway length should increase. Okay, ഇത് നമ്മൾ പറഞ്ഞതാണ്. Okay, നമ്മളിപ്പോൾ പറയുന്ന correction temperature. So here also ICAO recommends the basic runway length after have been corrected for elevation should further increase at the rate of 1% for every 1% for every 1 degree Celsius increase. ഇപ്പം 10 degree Celsius increase ഉണ്ടെങ്കിൽ 10% ലെങ്ത് റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് ഓരോ 1 degree Celsius ഇൻക്രീസിന് ഓരോ 1% റൺവേ ലെങ്ത് കൂട്ടിയിരിക്കണം. So next is correction for gradient. Steeper gradient require greater consumption of energy and longer length of runway to attain the desired speed. So ICAO does not recommend any correction, but FAA recommend after correction for elevation and temperature a further increase in runway length at a rate of 20% for every 1% effective gradient. So for every 1% effective gradient increase, the runway length should be increased by 20%. This have to be done after applying correction for elevation and temperature, and this is recommended by FAA, not by ICAO. Next, what is effective gradient of the runway? That is defined as defined by taking maximum difference between elevation of lowest point and highest point in the runway divided by the length of the runway. ഒരു റൺവേയുടെ രണ്ട് എക്സ്ട്രീം എലിവേഷൻ ഡിവൈഡഡ് ബൈ its length will give the effective gradient. Next, what are taxiways? Taxiways are defined paths on the airfield surface which are established for taxiing of the aircraft and are intended to provide a linkage between one part of the airfield and another. Basically, it is establish the connection between runway and terminal building and hangar. നമ്മൾ പറഞ്ഞത് തന്നെ main function of taxiway is to provide access to aircraft from the runway to the loading apron and vice versa. റൺവേയിൽ നിന്ന് തിരിച്ച് ലോഡിംഗ് ഏപ്രണോ ഹാങ്ങറിലോട്ടോ കൊണ്ടുപോകാനോ, അതുപോലെ തന്നെ ഹാങ്ങറോ ലോഡിംഗ് ഏപ്രണിൽ നിന്നോ റൺവേയിലോട്ട് കണക്ട് ചെയ്യുന്ന പാസേജ് ആണ് ടാക്സിവേസ്. At busy airports, there are located at various points along the runways. As far as possible, the intersection of taxiway should be avoided. Taxiway route should be the shortest possible distance to minimize terminal delay. Next, holding apron. What is a holding apron? Holding apron, holding pad or run-up parts are placed adjacent to the ends of the runways because the areas are used as storage areas for aircraft prior to takeoff. Takeoffന് മുന്നേ ആയിട്ട് നമ്മളുടെ എയർക്രാഫ്റ്റ് വന്ന് റെസ്റ്റ് ചെയ്യുന്ന ഏരിയനെയാണ് ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറയുന്നത്.
They are designed so that one aircraft can bypass another whenever this is necessary. So holding aprons ന്റെ ഏരിയ തന്നെ രണ്ട് എയർക്രാഫ്റ്റിന് bypass ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. For piston engine aircraft, the holding apron is an area where the aircraft instrument and the engine operation can be checked prior to takeoff. Piston aircraftനാണെങ്കിൽ piston engine aircraftനാണെങ്കിൽ ഈ holding apronൽ വെച്ച് തന്നെ അതിൻ്റെ എൻജിൻ ഓപ്പറേഷൻ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും prior to takeoff. The holding apron also provides for a trailing aircraft to bypass a leading aircraft in case the takeoff clearance of the later must be delayed. അത് തന്നെയാണ് holding apronന് അത്രയും സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും so that trailing aircraft to bypass a leading aircraft. ഇപ്പോൾ വല്ല ഡിലേയും സംഭവിച്ചെങ്കിൽ ഓൾറെഡി ക്യൂവിൽ നിൽക്കുന്ന എയർക്രാഫ്റ്റിനെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന എയർക്രാഫ്റ്റിനെ ബൈപ്പാസ് ചെയ്ത് കയറി പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഹോൾഡിംഗ് ഏപ്രൺസിൻ്റെ ഏരിയ ഫിക്സ് ചെയ്യുന്നത്. Hangars. The primary function of a hangar is to provide an enclosure for servicing, overhauling and doing repairs. They are usually constructed of steel frames and covered with GA sheets. They are also provided with machine shops and stores for repair parts. Okay. The size of the hangar depends upon the size of the aircraft and its turning radius. The number of hangars depend upon the peak hour volume of aircrafts and demand of hangars on rental basis by different airline agencies. So primary function repairsനും സർവീസിനും ജസ്റ്റ് സ്റ്റോറേജ് ആയിട്ടൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹാങ്ങർ. സോ മെയിൻലി അത് വലിയ ഷെഡായിരിക്കും, സ്റ്റീൽ ഫ്രെയിംസിൻ്റെ ടോട്ടലി കവേർഡ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ മെഷീൻ ഷോപ്സും സ്റ്റോഴ്സ് എല്ലാം ഉണ്ടാവും ഫോർ റിപ്പയർ പർപ്പസ്. പിന്നെ ഹാങ്ങറിൻ്റെ സൈസ് എന്ന് വെച്ചാൽ അതിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈസ് ഓഫ് എയർക്രാഫ്റ്റും അതിൻ്റെ ടേണിങ് റേഡിയസിനും ഡിപ്പെൻഡഡ് ആയിരിക്കും. ഒരു എയർപോർട്ടിൽ എത്ര ഹാങ്ങേഴ്സ് വേണമെന്ന് അതിൻ്റെ ട്രാഫിക് ഇൻറ്റൻസിറ്റി അനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ടെർമിനൽ ബിൽഡിംഗ്. The terminal area is the major interface between airfield and the rest of the airport. It includes the facilities, passenger and baggage processing, cargo handling, airport maintenance, operations and administration activities. The purpose of airport building or terminal building is to provide shelter and space for various surface activities related to air transportation. As such, they are planned for maximum efficiency, convenience and economy. The extent of building area in relation to the landing area depends upon the present and future anticipated use of airport. കറക്റ്റ് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ നമ്മൾ സർവീസസ് എയർപോർട്ടിൻ്റെ റൺവേ ബാക്കിയുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് പോർഷൻ നമ്മൾ ടെർമിനൽ ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ മെയിൻലി നമ്മൾ ചെക്കിങ് ചെയ്യാനും നമ്മളുടെ സെക്യൂരിറ്റി ചെക്സ് ഒക്കെ നടത്തുന്നത് ടെർമിനൽ ബിൽഡിങ്ങിലാണ്. നെക്സ്റ്റ് ഇസ് എയർക്രാഫ്റ്റ് പാർക്കിംഗ്. ഏപ്രൺ സൈസ് ആൻഡ് ഗേറ്റ് ഏരിയ ആർ വെരി മച്ച് dependent upon the manner in which aircrafts are parked. So 5 types of parking ഉണ്ട്. നോസ് ഇൻ പാർക്കിംഗ് ഉണ്ട്. നോസ് ഉള്ളിലായിരിക്കും, ഉള്ളിൽ ഫേസ് ചെയ്യുന്ന രീതിക്ക് പാർക്ക് ചെയ്യും. നോസ് ഔട്ട് പുറമേ ടെയിലായിരിക്കും ഉള്ളിൽ പാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ആംഗിൾ നോസ് ഇൻ ചരിച്ച് പാർക്ക് ചെയ്യും, ആംഗിൾ നോസ് ഔട്ട് നേരെ തിരിച്ച്. നെക്സ്റ്റ് ഇസ് പാരലൽ പാർക്കിംഗ്. Okay. Next is classification of airport types. There are 3 classifications: international, domestic and regional. So international airport has a direct service to many other airports worldwide, handle scheduled commercial airlines both for passenger and cargo. Next is domestic. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എയർപോർട്ടാണ്. A domestic airport is an airport which handles only domestic flights or flights within the same country. Domestic airport don't have custom facilities and therefore cannot handle international flights. Regional airport. A regional airport is an airport serving traffic within a relatively small geographical area. ഒരു മോസ്റ്റ്ലി കുറച്ചുള്ള ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയർപോർട്ട്സ് ആണ് റീജിയണൽ എയർപോർട്ട്. ദേ യൂഷ്വലി ഡോണ്ട് ഹാവ് കസ്റ്റം ഫെസിലിറ്റീസ് ടു പ്രോസസ് traffic between different countries. So example, Toronto International Airport, Louisiana Regional Airport. This is a regional airport. ഈ ഏരിയയിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. So for single runway, ഇതാണ് സിംഗിൾ റൺവേയുടെ ഫിഗർ. So this is a parallel runway. ഇതൊരു എയർപോർട്ടാണ്. ഇതിൽ 2 റൺവേസ് പാരലലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പാരലൽ റൺവേ. സോ ഓപ്പൺ വി റൺവേ നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് ഇൻ വിച്ച് 2 റൺവേസ് ഡൈവേർജ് ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻ ബട്ട് ഡു നോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഇൻ്റർസെക്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇൻ്റർസെക്ട് ചെയ്യാതെ തന്നെ ലൈക്ക് ദേ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ സിംഗിൾ പോയിന്റ്. വെൻ ദർ ഈസ് എ ലിറ്റിൽ ഓർ നോ വിൻഡ് ബോത്ത് runways can be used simultaneously. When there are strong winds, the system reverts to one-way operation. കുറേ വിൻഡെങ്കിൽ ഏതെങ്കിലും ഒരു റൺവേസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. യൂഷ്വലി ദേ ഫോം എ ഓപ്പൺ വി ഷേപ്പ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഓപ്പൺ വി റൺവേ.
ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓപ്പൺ വി റൺവേ. ഇവിടെ ഇപ്പോൾ 3 റൺവേസ് ഉണ്ട്, അല്ല 3 റൺവേസ് ഉണ്ട്. ഇതിൽ ഈ 2 റൺവേ ആണ് ഓപ്പൺ വി ആയിട്ട് കാണുന്നത്. ഓക്കെ, ഈ സിംഗിൾ റൺവേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എയർ ട്രാഫിക് കുറവാണെങ്കിലാണ് നമ്മൾ സിംഗിൾ റൺവേ യൂസ് ചെയ്യുന്നത്. സിമിലർലി പാരലൽ റൺവേ എന്ന് വെച്ചാൽ നിയർ പാരലൽ ഓർ പാരലൽ റൺവേസ് ആർ ഡിഫൈൻഡ് ആസ് നോൺ ഇന്റർസെക്റ്റിംഗ്, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഹൂ സെൻറ്റർ ലൈൻസ് കൺവേർജ് ഓർ ഡൈവേഴ്സ് ബൈ 15 degree or less. The main objective of implementing simultaneous operations on parallel runways is to increase runway capacity and aerodrome flexibility. The largest increase in overall capacity often includes the use of independent approaches to parallel or non-parallel runways. Next is intersecting runway, that is 2 or more runways that cross or meet within their length are known as intersect ചെയ്തു പോകുന്ന റൺവേസിനാണ് intersecting runways എന്ന് പറയുന്നത്. They are utilized when there are relatively strong winds during the year from more than one direction. In strong wind conditions, only one runway is used. On the other hand, in light wind conditions, both runways can be simultaneously used. Strong wind ആണെങ്കിൽ ഒരു റൺവേ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഒരേ സമയം തന്നെ 2-3 റൺവേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. The runway which is used for greater part of the year is nominated as instrument runway. എപ്പോഴും യൂസ് ചെയ്യുന്ന റൺവേനെ നമ്മൾ ഇൻസ്ട്രുമെന്റ് റൺവേ എന്ന് പറയും. ഇത് ഇന്റർസെക്റ്റിംഗ് റൺവേ ആണ്. Next, airport terminal building is a building at an airport where passengers transfer between ground transportation and the facilities that allow them to board and disembark. So within the terminal building, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്? Passengers purchase tickets, transfer their luggage, go through security. So smaller airports have one terminal while larger airports have several terminal buildings or concourses. Concourse എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, the building that provide access to the aeroplanes are typically called concourses. So at smaller airports, a single terminal building typically serves all the functions of a terminal and a concourse. Small airportsലാണെങ്കിൽ ഒരു terminal building തന്നെ ധാരാളമാണ്. വലിയ airportsലാണെങ്കിൽ different terminal buildings തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. So some larger airports have one terminal that is connected to multiple concourses such as walkway. വലിയൊരു എയർപോർട്ടിലാണെങ്കിൽ ഒരു മെയിൻ ടെർമിനൽ ബിൽഡിംഗ് ഉണ്ടാവും, പിന്നെ ഡിഫറെൻറ്റ് കോൺകോഴ്സസ് ഉണ്ടാവും. ഈ ടെർമിനൽ ബിൽഡിംഗ് ഈ കോൺകോഴ്സസും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാക്ക് വേസ്, സ്കൈ ബ്രിഡ്ജ്, അണ്ടർഗ്രൗണ്ട് ടണൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. Some larger airports have more than one terminal, each with one or more concourses. Still other large airports have multiple terminals, each of which incorporate the functions of a concourse. So ഇതൊക്കെ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഇൻസൈഡ് ആണ് മുംബൈ എയർപോർട്ട്. So what is a control tower? An airport traffic control towers are established to provide for a safe, orderly and expeditious flow of traffic in the vicinity of the airport. എയർപോർട്ടിന് ഈ കൺട്രോൾ ടവേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത് സേഫ് ആൻഡ് ഓർഡർലി ട്രാഫിക് ഫ്ലോക്ക് വേണ്ടിയിട്ടാണ്. സോ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് റൂൾസ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൈറ്റ് റൂൾസ്, ആസ് പെർ ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൈറ്റ് റൂൾസ് ആണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. They exist when traffic requirements demand and subsequently designated the airspace as Class B, Class C or Class D depending on the level of congestion. So as per the level of congestion in an airport, airspace na Class B, Class C, Class D ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യും. So this is a hanger. നമ്മൾ പറഞ്ഞു ഷെഡാണ്, ഇതാണ് hanger. Protection from weather, direct sunlight, maintenance, repair, manufacture, assembly and storage of aircraft on airfields. Usual sizes